ഇത് ശബരിമലയിൽ മാത്രം വെക്കേണ്ട ഒന്നല്ല, ഭാരതത്തിനാകെ ഒരൊറ്റ മതം, ഒരൊറ്റ മതഗ്രന്ഥം. ഞാൻ കൂടുതൽ വിവരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മതക്കാർക്ക് ബുദ്ധിമുട്ടാകും. ഭക്ഷണം അവകാശമാണ്. ഇപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് പുതിയ അവകാശമായിട്ട് വരാൻ പോകുന്നു. ഭൂമി പൂർണ്ണമായിട്ട് ചന്ദ്രൻ മറച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് സൂര്യനാണ്, സൂര്യപ്രകാശം. ഇപ്പോൾ ഇത് ഡിസംബർ മാസമാണ്. ഇത് ലെൻസാണ്. ലെൻസും ആ തലകീഴായ പ്രതിബിംബം വീഴുന്ന. ഞാൻ ശിവദാസൻ പിള്ള അധ്യാപകനായിരുന്നു. സാമാന്യം ഭേദപ്പെട്ട നിലയിൽ പെൻഷൻ വാങ്ങിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ മേഖലയിൽ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യേണ്ട ഒരു കാലമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇത് ക്ഷായതയെ ക്ഷേത്രമാണ്. അപ്പോൾ ക്ഷയമില്ലാത്തത്. നമുക്ക് തിരുവനന്തപുരത്ത് ഒരു കാന്തളൂർ ശാലയുണ്ട്. അവിടെ ആയോധനകല, വൈദ്യം, രാജ്യതന്ത്രജ്ഞത ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോഴത്തെ ക്ഷേത്രങ്ങൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ മൂല്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ആരാധനാലയമാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഇതിനേക്കാൾ മൂല്യമുള്ള, ഈ ഭരണഘടനയേക്കാൾ മൂല്യമുള്ള ഏത് മതഗ്രന്ഥമാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഏത് മതഗ്രന്ഥമാണ് നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ നിങ്ങളുടെ ഒപ്പമുള്ളത്? ഈ ഭരണഘടനയെ ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിക്കുമ്പോഴും ഈശ്വരനെ പോലെ, ഭഗവാനെ പോലെ നിങ്ങളെ അതിനെ വീണ്ടും നമ്മുടെ നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരുപാട് സോഴ്സുകൾ അടങ്ങിയ ഒന്നാണ്. നമ്മളെ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യാൻ, കുട്ടികളുടെ അവകാശങ്ങളുടെ, സ്ത്രീകളുടെ റൈറ്റ്സ്, സ്ത്രീകളൊക്കെ ഇത്രമാത്രം ഉന്നമനത്തിലേക്ക് എത്താനുള്ള കാരണം ഈ ഭരണഘടനയല്ലേ? നമ്മൾ ഭക്ഷണം ഇപ്പോൾ അവകാശമായത് ഈ ഭരണഘടന വെച്ചുകൊണ്ടല്ലേ? അപ്പോൾ ഭക്ഷണമില്ലാതെ ഒരാൾ മരിച്ചാൽ ഗവൺമെൻറ് കുറ്റവാളിയാകുന്ന അവസ്ഥയിലെത്തിയില്ലേ? ഇങ്ങനെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, സാഹോദര്യത്തോടെ നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് വീടായും പണമായും ചികിത്സയായും മറ്റും എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണഘടന തന്നെയാണ്. അതെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഞാനിതിനെ ഒരു ആത്മീയ ഗ്രന്ഥമായി കാണാനുള്ള കാരണവും ഭരണഘടനയെ ഒരു മതഗ്രന്ഥമായിട്ട് പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ മതങ്ങളും പരസ്പരം കലഹങ്ങളുണ്ടാക്കുകയും വേർതിരിവുണ്ടാക്കുകയും സ്നേഹക്കുറവുണ്ടാക്കുകയും ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഭാരതത്തിനാകെ ഒരൊറ്റ മതം, ഒരൊറ്റ മതഗ്രന്ഥം എന്തുകൊണ്ട് അംഗീകരിച്ചുകൂടാ, അല്ലെങ്കിൽ ഒരു സെക്കൻഡറി മതമായിട്ട് എന്തുകൊണ്ട് ഭരണഘടനയെ എടുത്തുകൂടാ എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പൈലറ്റ് വാഹനം എന്നുള്ള നിലയ്ക്ക് മുൻകൂട്ടി സഞ്ചരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് മതഗ്രന്ഥവും നിന്നെ സ്വർഗത്തിലെത്തിക്കാം, നിന്നെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാം, നിനക്ക് അവിടെ പല ഓഫേഴ്സും കൊടുക്കുക. ഞാൻ കൂടുതൽ വിവരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും മതക്കാർക്ക് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ ഓഫറുകളൊന്നുമില്ലാതെ അവനവൻ നന്നാവുക, അവനവൻ്റെ ഒരു അഹം ബോധ്യപ്പെടുക, അഹം ബ്രഹ്മം എന്ന് തരിക, ഇത്യാദി തത്വങ്ങളുള്ള ഒരു ഗ്രന്ഥം ഞാൻ നോക്കണക്ക് ഇതാണുള്ളത്. അതുകൊണ്ട് ഇതിനെ ആ തരത്തിലേക്ക് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലുള്ള സാഹോദര്യം, ആ സാഹോദര്യത്തിൻ്റെ പേരിൽ നമുക്കിന്ന് ഭക്ഷണം അവകാശമാണ്. ഭക്ഷണമില്ലാതെ ഒരാൾ മരിച്ചാൽ ഗവൺമെൻറ് കുറ്റവാളിയാകുന്നു. ഇപ്പോൾ ഇൻ്റർനെറ്റ് നമുക്ക് പുതിയ അവകാശമായിട്ട് വരാൻ പോകുന്നു. പല മേഖലകളിലും, കുട്ടികളുടെ മേഖലകളിലും, സ്ത്രീകളുടെ മേഖലകളിലും എന്ന് വേണ്ട സർവ്വ മേഖലകളിലും ഭരണഘടന ഓരോ മനുഷ്യനോടും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതറിയാതെ, ഇതെന്തിനെന്ന് പോലും തിരിച്ചറിയാതെ, ഇത് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ മറ്റ് പലതിൻ്റെയും പുറകേ നടക്കുകയാണ്. ഞാൻ പറയുന്നത്, നിങ്ങൾ അന്വേഷിക്കുന്ന ആത്മീയത ഇതിലുള്ളതിൽ കൂടുതലും വേറൊരു മതഗ്രന്ഥത്തിലും കാണില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ആത്മീയമായി ഉൾക്കൊള്ളുകയും ആത്മീയമായി ഇതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. ഈ കെടാവിളക്ക് വെച്ചിരിക്കുന്നതിൻ്റെ അർത്ഥം, ഞാൻ വിളക്ക് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു ദീപമായി സമൂഹത്തിന് വേണ്ടി മാറണം എന്നുള്ള സ്മരണയ്ക്ക് വേണ്ടിയാണ്. ഭരണഘടന ലൈറ്റിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ പ്രകാശം ഈ ഭരണഘടനയിലൂടെ ജനങ്ങളിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, പാവങ്ങളുടെ കൂടെ ആണെങ്കിലും കുട്ടികളുടെ കൂടെ ആണെങ്കിലും ഞാൻ ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അല്ലാതെ 100% എനിക്ക് റിലയബിളായിട്ടുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്, അല്ലാതെ സങ്കല്പമല്ല ഇത്. അതുപോലെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമ്മൾ സ്വയം ഈശ്വരനായി മാറിയിട്ടാണ്, അല്ലെങ്കിൽ ഗണപതിയായി മാറിയിട്ടാണ് നമ്മൾ വിഗ്രഹ നിബന്ധന നടത്തുന്നത്. 7 ദിവസം ഗണപതിയെ ആരാധിച്ചിട്ട് നാം ഗണപതിയാവുക. പവർഫുള്ളായിട്ട് ഗണപതിയുടെ ശരീരത്തിൽ അനേകം സിംബോളിക്കായിട്ടുള്ള സിഗ്നൽസാണുള്ളത്. ആനത്തല,
മൂഷികനെ പോലെ തുരന്ന് ചിന്തിക്കുക ഇത്യാദി അനേകം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഗണേശനായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് ഗണപതിയെ നമുക്ക് ഇനി ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ നമ്മൾ ഒഴുക്കിക്കളയുന്നത്. അതുപോലെ തന്നെയാണ് ഉള്ളിലെ മാലിന്യങ്ങളെ നാളികേരത്തിലാക്കിയിട്ടാണ് ഉടച്ചു കളയേണ്ടത്. അങ്ങനെ നിങ്ങൾ വിചാരിച്ച് ആ മാലിന്യങ്ങളെ കണ്ടുപിടിച്ചതിനകത്താക്കിയില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരു തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് ഗണേശൻ നിങ്ങളെ കാത്തിരിക്കുന്ന എന്നർത്ഥമാണ്. അപ്പോൾ ഈശ്വരൻ അങ്ങനെ നമ്മൾ കുറഞ്ഞു കാണാൻ ഇടയാവരുത്. പുണ്യസ്ഥലങ്ങളിലും നമ്മൾ ഇതാണ് ചെയ്യുന്നത്. ഓരോ പുണ്യസ്ഥലത്ത് പോയി വരുമ്പോഴും നമ്മുടെ മനോമാലിന്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോരാനാണ് ശീലിക്കേണ്ടത്. പമ്പയാറ്റിൽ വസ്ത്രം ഊരി കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ തരത്തിലേക്ക് നമ്മുടെ ചിന്തകളെ ഉയർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആത്മീയ വിശ്വാസമാണ് ഹൈന്ദവ തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാതെ ഈ സെമറ്റിക് മതങ്ങളെ പോലെ ഈ ഹൈന്ദവ ദർശനങ്ങളും പോകുന്നത് കൊണ്ടാണ് ഇതിന് ഞാൻ ക്ഷേത്രം എന്ന് തന്നെ പേര് കൊടുത്തത്. ഇത് ശബരിമലയിൽ മാത്രം വെക്കേണ്ട ഒന്നല്ല, നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒന്നാണ്. അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും വേണ്ടതാണ്. ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ അഹം നന്നാവുക എന്നുള്ളത് തന്നെയാണ് ഈ ഭരണഘടന ആഗ്രഹിക്കുന്നത്. ഭരണഘടന പറയുന്ന സാഹോദര്യമുണ്ട്. ആ സാഹോദര്യം മറ്റൊരു ഭരണഘടനയിലും ഇല്ലാത്തത്ര ബൃഹത്താണ്. ഭാരതത്തിൻ്റെ പാരമ്പര്യം, ബൗദ്ധ തത്വങ്ങൾ എല്ലാം ഉൾക്കൊണ്ട ഒരു വലിയ ഗ്രന്ഥമാണെന്ന് മാത്രമല്ല വിശാലമായ ഗ്രന്ഥമാണ്. നിങ്ങളെ എങ്ങനെ സ്നേഹിക്കാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനുള്ള ആ ഒരു സമഗ്രമായ കാഴ്ചപ്പാട് നമ്മുടെ ഭരണഘടനയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് ഇത്രയും മഹത്തായ ഒരു ഗ്രന്ഥമായത്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ഒക്കെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഫ്രട്ടേണിറ്റി. പക്ഷേ ആ സാഹോദര്യം നമ്മൾ സ്വയമേവ ചെയ്തെങ്കിലേ പറ്റൂ. അതാണ് ഭരണഘടനയ്ക്ക് വന്ന ഇപ്പോഴത്തെ ഒരു മൂല്യച്യുതി. അത് തന്നെയാണ് അവിടേക്ക് നമ്മൾ ഉയരേണ്ട. ഭരണഘടന ഉണ്ടായ കാലത്തെ ആ മൂല്യച്യുതി, അല്ലെങ്കിൽ അന്ന് സാഹോദര്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ പരസ്പരം സഹകരിച്ചിരുന്നു, വിട്ടുവീഴ്ച ചെയ്തിരുന്നു, വോട്ടിനിട്ടിരുന്നു. പക്ഷേ തർക്കങ്ങൾ ഉണ്ടാവാതെ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഇന്നെന്താണ്? തർക്കങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ചർച്ചകൾ നടത്തുക. ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എങ്ങനെ ഡിഫെൻഡ് ചെയ്യാമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് അടുത്ത ഒരാൾ മറുപടി പറയാൻ നിൽക്കുന്നത്. ജനങ്ങളാണ് അധികാരി എന്ന് പറയുമ്പോൾ ജനങ്ങൾ ധരിക്കും വോട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. അതിനപ്പുറത്ത് ജനങ്ങൾ കാഴ്ചക്കാരാവാതെ കാവൽക്കാരാവേണ്ട ഒരവസ്ഥയുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റോഡ് പണി നടക്കുമ്പോൾ അതിനകത്ത് ഇടപെടണം, അതിൻ്റെ വർക്ക് ഷെഡ്യൂൾ വാങ്ങിച്ചുകൊണ്ട് വരണം, അതിനകത്ത് ജനകീയമായ ഇടപെടൽ നടത്തി എത്ര കണ്ടിട്ട് ആറ് ഉപയോഗിക്കണം, അതിൻ്റെയൊക്കെ മെത്തഡോളജി വെച്ചാൽ ചെയ്യിച്ചൊരു റോഡായി. അങ്ങനെ നമ്മൾ ഇടപെടാനൊരു ശ്രമം നടത്തുന്നുണ്ട്. അതിന് ജനങ്ങൾക്ക് അവയർനെസ് കിട്ടുന്നതിനാണ് ഇത്തരം ചെയ്തിരിക്കുന്നത്. ജനങ്ങൾക്കായിട്ട് മരാമത്ത് പണികളിൽ ഇടപെടാമെന്ന് എഴുതിയിട്ടുണ്ട്. പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു ആളിന് വീട് കിട്ടിയില്ലെങ്കിൽ അവന് കിട്ടാനുള്ള റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നിയമ സാക്ഷരത, പിന്നെ വിവരാവകാശം ഇത്യാദി കാര്യങ്ങളിലെല്ലാം ഇടപെടാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പിന്നെ ക്യാമറ, അവിടെ ഇൻറ്റേർണലായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ക്യാമറ വർക്ക് ചെയ്യണം. അതിനകത്തൊക്കെ നമ്മൾ ഇടപെടണം. അങ്ങനെയാണ് ജനാധിപത്യം, ജനങ്ങളാണ് അധികാരി എന്ന സ്ഥലത്തിലേക്ക് വരേണ്ടത്. അംബേദ്കറും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മൾ ആ തരത്തിലേക്ക് വളരുന്നില്ല എങ്കിൽ ഈ പിന്നെ ഭരണഘടന നമുക്ക് പ്രയോജനമില്ലാതെ പോകുന്നു. നമ്മൾ ആ തരത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഈ അസ്ഥികൂടം വെച്ചിരിക്കുന്നത് പിന്നെ ക്ഷേത്രത്തിൽ വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഭയം മാറ്റാനാണ് ഭഗവാൻ. അപ്പോൾ ഇതിനെ തൊട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡെഡ് ബോഡിയുള്ള ഭയം മാറും. അതുപോലെ ഇവിടെ 2 അസ്ഥി ഉണ്ട് എന്നും, ഇവിടെ ഈ ഓരോ വിരലുകൾക്കും എത്ര ജോയിൻസ് ഉണ്ട് എന്നും, എത്ര റിബ്സ് ഉണ്ട് എന്നും കുട്ടികൾ തൊട്ടും അറിഞ്ഞും പഠിക്കുമ്പോൾ ഭയം മാറുന്നതിനുപരിയായിട്ട് അനാട്ടമിയെക്കുറിച്ച് പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിനു പുറമെ നമ്മൾ ബോഡി ഡൊണേഷൻ, അവയവദാനം തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ നമ്മളൊക്കെ അങ്ങനെ കൊടുക്കുന്നുണ്ട് എന്ന് കുട്ടികളെ അവിടെ അറിയിക്കാൻ, ഇതിൻ്റെ ഒരു മഹത്വം പറഞ്ഞറിയിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇത് പിന്നെ സൂര്യഗ്രഹണം കാണിക്കുന്ന ആ ഒരു പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു പരിപാടിയാണ്. കുട്ടികൾക്ക് അങ്ങനെ പ്രാക്ടിക്കലായി കാണിക്കുന്ന കുറേ ആശയങ്ങൾ ഇവിടെയുണ്ട്, കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്. സൂര്യനാണ് ഈ കാണുന്നത്. നമ്മൾ എർത്തിലാണ് നിൽക്കുന്നത്. ചന്ദ്രൻ ഇതിനിടയിൽ കൂടെ പാസ് ചെയ്യുകയാണ്. ചന്ദ്രൻ ഇതിനിടയിൽ കൂടെ പാസ് ചെയ്തപ്പോൾ സൂര്യൻ്റെ ഭാഗികമായ ഒരു ഭാഗം മാത്രമേ നമുക്കിപ്പോൾ സൂര്യനെ കാണാൻ പറ്റുന്നുള്ളൂ. ഇത് ഭാഗികമായ ഗ്രഹണമാണ്. ഇനി ഇങ്ങനെ വീണ്ടും ഭൂമിയെ ചുറ്റി വരുമ്പോൾ, ഇനി ഒരു അവസരത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഈ സൂര്യനെ പൂർണ്ണമായി മറയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം. ഇത് പൂർണ്ണ സൂര്യഗ്രഹണമാണ്. ഇനി
പിന്നെ അടുത്ത ഒരു തവണ വരുമ്പോൾ പിന്നെ ചന്ദ്രന് സൂര്യൻ്റെ നടുക്ക് മാത്രം മറവ്, ബാക്കി അപ്പോൾ വലയ രൂപത്തിലുള്ള, അപ്പോൾ വൃത്ത രൂപത്തിലുള്ള ഒരു സൂര്യനെ കാണാം. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ച രീതിയാണ്. ഇതിൽ നിന്ന് വീഴുന്ന പ്രകാശം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ നിഴല് ഇവിടെ തലകീഴായി വീഴുന്നു. ഒരു വസ്തുവിൻ്റെ തലകീഴായ പ്രതിബിംബം വീഴുന്നത് കണ്ടു. അപ്പോൾ ആ പ്രതിബിംബം വീഴുന്ന കറക്റ്റായിട്ടുള്ള നല്ല പ്രതിബിംബം കിട്ടുന്ന സമയം ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ലെൻസും, ഇത് ലെൻസാണ്, ലെൻസും ആ തലകീഴായ പ്രതിബിംബം വീഴുന്ന പ്രദേശവും കൂടിയുള്ള ലെങ്ത് എടുത്താൽ അതാണ് ഈ ലെൻസിൻ്റെ ഫോക്കസ്. അതുപോലെ നമ്മൾ പ്രിസം ഉപയോഗിച്ചിട്ട് മഴവില്ല്, സൺറൈസ് ഉപയോഗിച്ചിട്ട് മഴവില്ല് ഉണ്ടാക്കാറുണ്ട്. മിഠായി ഓരോ ചോദ്യം ചോദിക്കുന്ന കുട്ടിക്കും ഒരു മിഠായി കൊടുക്കും. അതായത് ലോജിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തുന്നതിന് വേണ്ടിയിട്ട് ചോദ്യം ചോദിക്കലാണ് വിദ്യാഭ്യാസം എന്ന് അവരെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുണ്ടാവുന്നത് ഇവിടെ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവരനേക ചോദ്യങ്ങൾ വരും. അല്ലാതെ നമ്മൾ സ്കൂളിൽ അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ അത് വരും. അവരത് മനസ്സിലാക്കി ചോദ്യം ചോദിക്കാനുള്ള ഒരു ഫ്രീനെസ്, ഒരു ഫ്രീ മൈൻഡ് വരണം. അപ്പോൾ ഗുരുസ്ഥാനത്ത് നമ്മളെ കാണണം. അധ്യാപകൻ എന്നുള്ള സ്ഥാനത്തല്ല കാണേണ്ടത്. ഗുരു എന്ന് പറയുന്നത് നമ്മളോട് സ്നേഹിച്ച് നമ്മളോടൊപ്പം ഇരിക്കുന്ന ആളാണ് ഗുരു. അപ്പോൾ ഗുരുവിനോട് അവർക്ക് സംശയം ചോദിക്കാൻ തോന്നും. സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനോട് അങ്ങനെ ചോദിക്കാൻ തോന്നത്തില്ല. ചോദിക്കാൻ തോന്നാത്ത അവരുടെ ഇതിലെ കുഴപ്പമല്ല. ചോദിക്കാൻ തോന്നണമെങ്കിൽ അവരത്രയും ഫ്രണ്ട്ഷിപ്പിലായിരിക്കണം. എന്നാലേ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അതാണ് പ്രൊമോട്ട് ചെയ്യാൻ.